ഈ രാവിലെ തന്നെ ഞാൻ ഗുരുവായൂർ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തേക്കാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് ഗുരുവായൂരാണുള്ളത്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. ഈ സ്റ്റേഷനിൽ അമ്പലത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നടക്കുകയാണ്. നടന്ന് അവിടെ ചെന്ന് പിന്നെ ഈ താമരമുട്ട് അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, നെയ്യ്, വെണ്ണ, അങ്ങനത്തെ അതൊക്കെ കൊണ്ടുപോയി വാങ്ങിച്ചിട്ട് കണ്ണന് കൊടുക്കണം. കണ്ണന് കൊടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിക്കണം. ചിലപ്പോൾ ആദ്യം ഫുഡ് കഴിക്കും, എന്നിട്ടാണ് അതൊക്കെ വാങ്ങിച്ച് കയറി തൊഴുത് ഇറങ്ങി. അപ്പോൾ ബൈ. രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ആ വിശപ്പം വെച്ച് ഞാൻ ഈ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. എനിക്ക് കിട്ടിയതാണെങ്കിൽ ഒരു ചീഞ്ഞ സാധനം. ആ ദേഷ്യമാണ് ഈ നടന്നുകൊണ്ട് ഞാൻ തീർക്കുന്നത്. അങ്ങനെ നടന്ന് ഞാൻ അമ്പലത്തിന്റെ എൻട്രൻസിലെത്തി. എന്നിട്ട് നോക്കുമ്പോഴാണല്ലോ സൺഡേ ആയതുകൊണ്ട് ഒടുക്കത്ത് തിരക്കും. എന്നിട്ട് ഞാൻ കണ്ണൻ ഒരു തുളസിമാലയും വാങ്ങി അത് നടക്കി വെച്ച് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോൾ ഉണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയ കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, എന്നാണാവോ എൻ്റെ കല്യാണം ഈ അമ്പലത്തിൽ വെച്ച് ഇനിയെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ക്ലോക്ക് റൂമിലേക്ക് പോയി അതൊക്കെ അവിടെ വെച്ച് അമ്പലക്കുളത്തിലേക്ക് വന്നു. ട്രെയിനിലൊക്കെ വന്നതല്ലേ. അങ്ങനെ ഞാൻ കാല് കഴുകി കയറി ഇനി തൊഴാൻ പോവുകയാണ്. അങ്ങനെ തൊഴാൻ പോകുമ്പോഴാണ് ഞാൻ ഈ കണ്ണനെ എടുത്ത് നിൽക്കുന്ന അമ്മേനെ ശ്രദ്ധിക്കുന്നത്. ഈ അമ്മേനെ ഞാൻ ഇതിനു മുമ്പ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം ഞാൻ തൊഴുത് ഇറങ്ങി. നല്ല തിരക്കാണ്, പക്ഷെ എന്നാലും നന്നായി തൊഴാനൊക്കെ പറ്റി, നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. ഇന്ന് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നടയില്ലേ, അതിൽ കൂടെയാണ് ആൾക്കാർ കയറ്റി വിടുന്നത്. സാധാരണ അങ്ങനെ കയറ്റാറില്ലായിരുന്നു. പിന്നെ വലം വയ്ക്കാനൊക്കെ ഒരു തവണ എനിക്ക് പറ്റുള്ളൂ. മറ്റേ അടി വെച്ച് നടക്കാന്ന് പറയും, അത് വയ്ക്കാൻ ഒരു തവണയെ പറ്റുള്ളൂ. ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു. അങ്ങനെ ഞാൻ ആ തിരക്കിലേക്ക് ഇറങ്ങി നടന്നപ്പോൾ കണ്ടതാണ് കുറേ നീളമുള്ള ലൈന്, കുറേ പേര് നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എടുത്ത ഫോട്ടോ കാണിക്കത് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, ഡിലീറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ ഹൈക്കോടതി ഉത്തരവൊക്കെ വന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞു. ഇതാട്ടോ അവിടുത്തെ അമ്പലക്കുളം. ഇവിടെ കുറേ മീനുണ്ട്. നമ്മൾ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അത് നമ്മുടെ കാലിൻ്റെ അവിടെയൊക്കെ വരികയൊക്കെ ചെയ്യും. ഒന്നും ചെയ്യത്തൊന്നുമില്ല, അതിലേ ഇങ്ങനെ നടക്കത്തുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള കുറേ കടകളുണ്ട്. അവിടെ ഇങ്ങനെ വള, പൊട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് ഗുരുവായൂർ. അപ്പം ഞാൻ ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കും. ഇപ്പോൾ വാങ്ങിച്ച് ഇവിടെ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിക്കാനില്ല. അപ്പം ഞാൻ അതെല്ലാം നടന്ന് കാണുകയല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല. നമുക്ക് കാണുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു രുദ്രാക്ഷമാല എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതിന് അവർ 200 രൂപയാണ് പറയുന്നത്. അത് ഒറിജിനലൊന്നും അല്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങാം, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാമെന്ന്. തൊഴുതിറങ്ങി ട്രെയിനിന് സമയമായി പോകണം. പോയിട്ട് എറണാകുളത്തപ്പൻ്റെ ഉത്സവമുണ്ട്, ഇന്ന് വൈകുന്നേരം അവിടെ പോകണം. അപ്പോൾ ബൈ.